അമലാപോളിന്റെ ഡ്രസ്സാണ് ഇപ്പോൾ അടുത്ത വിഷയം. കാസ പ്രതികരിച്ചതിനെതിരായിട്ട് അമല കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റിൽ ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ട ഡ്രസ്സ് എനിക്ക് ഓക്കെയാണ്, പക്ഷേ അത് ചിത്രീകരിച്ച വിധം, അതായത് അവിടുത്തെ അല്ലെങ്കിൽ അവിടുന്ന് വന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത ആംഗിളിൻ്റെ പ്രശ്നം കൂടെ ഉണ്ട്. അപ്പം എന്താണ് അമലാപോളിൻ്റെ കോളേജിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടുണ്ടോ, അങ്ങനെ ഒന്നും ഉണ്ടോ? നമ്മൾക്ക് ഇത് നിയമങ്ങളല്ല, പക്ഷെ നമുക്കൊരു ഇത്തിരി കോമൺ സെൻസ് ഉണ്ട്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അത്രയും വലിയൊരു കോളേജിൽ അത്രയും കുട്ടികളുടെ മുന്നിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു മാന്യമായ ഡ്രസ്സ് ഇടായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഇരിക്കുന്ന പ്രായക്കാരുടെ പ്രായം കൂടെ നമ്മൾ പരിഗണിക്കണം. പിന്നെ കോളേജ് സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇനി എന്തൊക്കെ അല്ല എന്ന് പറഞ്ഞാലും ഇത്തിരി കൂടെ ഒരു ഡിവൈൻ സ്പേസ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ വിദ്യ എടുക്കുന്ന സ്ഥലം എന്നൊക്കെയുള്ള അതിൻ്റേതായിട്ടുള്ള ഒരു എറ്റിക്വേറ്റ് നമ്മൾ പാലിക്കണം എന്നാണ്. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണെങ്കിൽ പോലും അതവിടെ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് മര്യാദ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് കുറച്ചും കൂടെ ഒരു എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ആ ഡ്രസ്സ് എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ തോന്നിയത്. അങ്ങനത്തെ ഒരു ഒക്കേഷനിൽ ആ സിനിമയുടെ എന്തോ സംഭവം അല്ലായിരുന്നു, പ്രമോഷൻ ആയിരുന്നു. പക്ഷെ ക്രൗഡ് എന്ന് പറഞ്ഞ കോളേജായിരുന്നു, കോളേജിൽ വന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു. എനിക്ക് ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അമലാപോൾ ആ ഡ്രസ്സ് ഇട്ടു എന്നുള്ളതല്ല, ആ സ്ഥലത്ത് ആ ഡ്രസ്സ് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളുടെ ഒരു ഫാഷൻ സെൻസ് ഇപ്പോൾ കോളേജുകളിൽ കാണാവുന്നത് ഇങ്ങനത്തെ ഡ്രസ്സ്, ഇങ്ങനത്തെ ഇത്രയും അതൊരു പാർട്ടി മൂഡ് ഡ്രസ്സ് എന്ന് വേണേൽ പറയാം. കുറച്ച് ഇറക്കം കുറവായിരുന്നു. ഇതായി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മാനേജ്മെന്റിന്റെ ഒരു ഇഷ്യൂ അല്ലേ ആക്ച്വലി? കോളേജ് മാനേജ്മെന്റിന്റെ ഒരു മാനേജ്മെന്റ് ആയിരിക്കത്തില്ല ചിലപ്പോ ഇങ്ങനത്തെ പരിപാടികളെല്ലാം മാനേജ്മെന്റിന്റെ ഇഷ്യൂ കൂടി അതിനകത്തില്ലേ? അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഇവരുടെ ഈ വരുന്ന ഇങ്ങനത്തെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന പിള്ളേർ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, പിള്ളേർക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റ് പറയാൻ പറ്റത്തില്ല വരുമ്പോൾ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വരണമെന്ന് ആർട്ടിസ്റ്റ് എടുത്ത് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് പോസിബിലിറ്റി ഇല്ല. അവർ നോക്കുന്നത് എങ്ങനെയാ, അമലാപോളും ആസിഫ് അലിയും കോളേജിലേക്ക് വരുന്നു, ഇതാണ് കുട്ടികൾ നോക്കുന്നത്. മനസ്സിലായോ? ഇവരുടെ ഇപ്പം നമുക്കൊരു കാര്യം പറയാം, നമുക്ക് 5 മണി വരെ ഉള്ളൂ, ഉച്ചയ്ക്ക് 1 മണി വരെ ഉള്ളൂ സമയം. ഇത് മാനേജ്മെന്റ് പറയാം. ഈ ഡ്രസ്സിന്റെ കാര്യം ഇത് ഇപ്പൊ അമലാപോൾ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വന്നാൽ അതിനകത്ത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ദിവ്യ പറഞ്ഞാൽ അത് കുറച്ചുകൂടി നോക്കി വരണമെന്ന്. ഇത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ലേ ആക്ച്വലി? അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ അമലാപോൾ ആ ഡ്രസ്സ് ഇട്ടതല്ല എൻ്റെ പ്രശ്നം. എനിക്ക് തോന്നിയത് ആ ഒക്കേഷനാണ്. അതായത് നമ്മളിപ്പോൾ ബീച്ചിലിടുമ്പോൾ ഇടുന്ന ഡ്രസ്സ്, ആ ഡ്രസ്സ് ഇട്ടിട്ടല്ല നമ്മളൊരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോവുക. പറയുമ്പോൾ എന്താ, രണ്ടും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ധരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ പറയാം. പക്ഷെ ബീച്ചിലിടുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രസ്സും ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ചും കൂടി ഫോർമലായിരിക്കും. ആ രീതിയിൽ നമ്മളൊരു കോളേജിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ തോട്ടാണ്. കോളേജിലേക്ക് കുട്ടികളുടെ മുന്നിൽ നമ്മൾ ഇന്നത്തെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്ന. സമൂഹം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. ഈ പറയുന്ന അവിടെ ഇരിക്കുന്ന കുട്ടികൾ ഇതിലും അപ്ഡേറ്റഡ് ആണ്. ആ കുട്ടികൾക്ക് അങ്ങനെ അമലാപോളിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പോർഷൻ കാലോ എവിടെയെങ്കിലും കണ്ടു എന്ന് കരുതിയ വികാരം കൊള്ളുന്ന കുട്ടികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അല്ല, ഞാൻ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അവര് മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് പറയുമ്പോൾ ആ മാന്യതയ്ക്ക് അപ്പുറം എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നല്ല പറയുന്നത്. മാന്യം എന്നൊരു വാക്കേ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ പറയുന്നത് ആ ഡ്രസ്സ് അവർ ആ ഒക്കേഷനിൽ ഇട്ടത് ശരിയായില്ല. ഞാൻ പറയുന്നത് മാന്യതയുടെ പ്രശ്നം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം വിദ്യാഭ്യാസം എന്തൊക്കെ കിട്ടുന്ന സ്ഥലം കോളേജ് സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ അങ്ങനെയും പറഞ്ഞോളൂ. പ്യുവർ സദാചാരമാണ് സംസാരിക്കുന്നത്. കാസ ഉൾപ്പെടെ സംസാരിച്ചതും സദാചാരമാണ്. മനസ്സിലായി? കാരണം ഇത് ഏത് ലോകത്ത് ജീവിക്കുന്നത്? ഞാൻ പറയാം, അങ്ങനെ ഒരു ഡ്രസ്സ് ഇത് ആദ്യമായിട്ട് കാണണം. നമ്മൾ എവിടെ തുറന്നാലും ഇത് തന്നെയാണ്. ഇതിലും വളരെ മോശമായിട്ട് ന്യൂഡായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം അപ്ലോഡ് ചെയ്യുന്ന കാലഘട്ടത്താണ് നമ്മൾ ഇരിക്കുന്നത്. സോഷ്യൽ മീഡിയ പബ്ലിക്കായിട്ട് നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തതാ. മനസ്സിലായ? അന്നൊന്നും കുട്ടികൾക്ക് അപ്പോൾ ഈ വിഷയങ്ങളില്ലേ? ഞാൻ പറയട്ടെ, ആരാണ് അവർ ഈ പറയുന്ന ശരീരം എന്ന് പറയുന്ന ഈ സാധനം എക്സ്പോസ് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാൻ താല്പര്യപ്പെടുന്ന ആരാ? സ്ത്രീകൾ തന്നെയാണ്. മനസ്സിലായോ? നാളെ ഒരിക്കലും ഇതിനെപ്പറ്റി ചോദ്യം ചെയ്താൽ ഇതിനെപ്പറ്റി പറയുന്നത് ആരാ? സ്ത്രീകൾ തന്നെയാണ്. ഇത് എന്റെ അവകാശമെന്ന് പറയുന്നത് ആരാ? സ്ത്രീകൾ തന്നെയാണ്. മറ്റെന്തിനും പറഞ്ഞത് ഇത് സ്ത്രീകൾ തന്നെ. ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്ത്? ഏറ്റവും കോമഡി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കാരിക്കേച്ചർ ഉണ്ട്. അതായത് 2
പെൺകുട്ടികൾ രണ്ടുപേര് ആരുടെ സ്റ്റാറ്റസ് ആയിരുന്നു തോന്നുന്നു, സാരി ഉടുത്തിരുന്ന സ്റ്റാറ്റസ്. സാരി ഉടുത്തിരുന്ന സ്റ്റാറ്റസിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് പെൺകുട്ടി നിൽക്കുന്നു, പെൺകുട്ടിയുടെ ടോപ്പ് ഇവിടെ വരെ ഉള്ളൂ. അപ്പൊ അവരുടെ നേവലും കാണാം. അപ്പൊ അവര് ഈ രണ്ട് സ്ത്രീകൾ ആ കുട്ടിയെ നോക്കിട്ട് പറഞ്ഞു, ആ കുട്ടിയുടെ ടോപ്പിൽ ഇറക്കം കുറവ്. ഇതാണ് ബ്രോ പറഞ്ഞില്ലേ, കാണുന്നവന്റെ കണ്ണിന്റെ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ഇത് സാരിയിൽ ചില സെലിബ്രിറ്റീസ് ഇതുപോലെ കോളേജുകളിൽ വന്ന റീൽസും ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര നെറ്റ് പോലത്തെ സാരിയൊക്കെ കൊടുത്തിട്ട്. ഞാൻ പറയുന്നത് നമ്മൾ സ്കൂൾ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനൊരു ബേസിക് എറ്റിക്വേറ്റ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ചില അധ്യാപകരുണ്ട്, ഓ കോളേജിൽ വരുന്ന കണ്ട, സ്കൂളിൽ വരുന്ന കണ്ട, ഇതിപ്പോ ഫാഷൻ ഷോയ്ക്ക് പോകുന്ന പോലെ ആണെന്ന് തോന്നി. കോളേജിനകത്തുള്ള ഉത്സവ പ്രവർത്തികളോ എന്തൊക്കെ നടക്കുന്നു, കോളേജിലെ അധ്യാപകന്മാർ തമ്മിൽ എന്തൊക്കെ നടക്കുന്നു, ടീച്ചേഴ്സ് തമ്മിൽ എന്തൊക്കെ നടക്കുന്നു, ഇതെല്ലാം നടക്കുന്ന സ്ഥലമാണ്. ആക്ച്വലി ഈ കുട്ടികളെ ഇതെല്ലാം മനസ്സിലാക്കി കണ്ടുവരുന്ന കുട്ടികളാണ്. ഞാൻ പറയാം, പിന്നെ നമുക്ക് വേണ്ടി ഇങ്ങനെ പറയാം, കുട്ടികളെ വഴി തെറ്റിക്കരുത്. അപ്പോഴും ദിവ്യ ഇത് എന്താന്ന് പറയുന്നില്ല. അല്ല, ഞാൻ സീരിയസ്ലി ഞാൻ പറയട്ടെ, ഈ കുട്ടികൾ ഇപ്പം അമലാപോളിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, അമലാപോൾ ഒരു മറ്റേ ടേപ്പ് മാത്രം ഒട്ടിച്ചിട്ടൊരു സിനിമ ഉണ്ടായിരുന്നില്ലേ, ഒരു ബിൽഡിംഗിൽ ഒറ്റയ്ക്കായി പോകുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് ന്യൂഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആ ടേപ്പ് മാത്രമാണ് അമലാപോൾ ഡ്രസ്സായിട്ട് അതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ള അമലാപോളിനെ കണ്ടിട്ടുള്ളവരാണ്. അവർക്ക് ഇപ്പൊ അമലാപോൾ വന്നിട്ട് ഈ ഡ്രസ്സ് ഇട്ട് ഇറക്കം കുറഞ്ഞ് അത് അങ്ങനെ ആ രീതി കാണുന്നില്ല. പക്ഷെ ആ അന്തരീക്ഷം ഉണ്ടല്ലോ, കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് ചിലപ്പം എൻ്റെ പേഴ്സണൽ പ്രശ്നമായിരിക്കും. ഞാൻ അതിന് കൊടുക്കുന്ന ഒരു ഡിവൈനിറ്റി കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ആ രീതിയിലുള്ള ഒരു നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മൾ വന്ന ഇതിൻ്റെക്കാളും നമ്മുടെ കോൺസെൻട്രേഷൻ തിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അത് പേഴ്സണൽ ഞാൻ പറഞ്ഞു, ഇത് ഒട്ടും ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, സ്ത്രീകളുടെ മുഴുവൻ അഭിപ്രായമാണെന്ന് ഒന്നുമല്ല പറയുന്നത്. എനിക്ക് അവരിട്ട വസ്ത്രം അവരവിടെ ഇട്ടത് ശരിയായില്ല. ആ വസ്ത്രത്തിനോ അമലാപോളിന്റെ ഫിഗറിനെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ കോളേജും സ്കൂളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കായിരുന്നു എന്നുള്ളത് എന്റെ പേഴ്സണൽ. നമ്മൾ പറയാത്തൊരു പോയിന്റ് ഉണ്ട് അതിനകത്ത്. അമലാപോൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ഇട്ടത്, ഞാൻ ആ ഡ്രസ്സിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ അന്ന് ഷൂട്ട് ചെയ്ത ആൾക്കാർ മനസ്സിലായി, ആ വീഡിയോ കാണുമ്പോൾ വീഡിയോയിൽ കുറച്ച് എക്സ്പോസ്ഡ് ആവുമെങ്കിൽ ആ വീഡിയോയിൽ എക്സ്പോസ്ഡ് ആവുന്നത് അങ്ങനെയൊന്നുമില്ല. ഒക്കെ പറഞ്ഞു ആകെ വെറുതെ അമലാപോൾ വെറുതെ ഒരു ന്യായം നിരത്താം. ഇനി അമലാപോൾ അങ്ങനെ ചോദ്യം അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി അമലാപോളിന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് രക്ഷപ്പെടാം. ഞാൻ ഇതിന്റെ മറ്റൊരു ആംഗിൾ ആണത്, രക്ഷപ്പെടാൻ നിവൃത്തിയുള്ളൂ. കാരണം ഇത് അങ്ങനെയാ. ഞാൻ പറയാം, ഡബിൾ സ്റ്റാൻഡാ പൊതുവേ. നമ്മളിപ്പോ സ്ത്രീകളുടെ അടുത്ത് എന്ത് ചോദിച്ചാലും അവർ ഡബിൾ സ്റ്റാൻഡ് എടുത്ത് സംസാരിക്കുള്ളൂ. അവർക്കിപ്പോ അങ്ങനെ ഒരു പോയിന്റ് അമലാപോൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നാളെ ഒരിക്കലും അമലാപോൾ പോയി തിരിച്ചു പറയും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അമലാപോളിന്റെ വായിന്നത് കേൾക്കേണ്ടേ വരും. ഇത് ആക്ച്വലി ഡബിൾ സ്റ്റാൻഡാ. അത് ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആ സിറ്റുവേഷനിൽ എങ്ങനെ സ്കൂട്ടായി പോകാമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇതിപ്പോ ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, അപ്പൊ അമലാപോൾ അങ്ങനെ ഒരു സാധനം ഇട്ടതിൽ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. കാരണം ഇന്ന് സ്വന്തം ഫുൾ ന്യൂഡായിട്ട് നിന്ന് എന്താ പറയുക, കച്ചവടം ചെയ്യുന്ന സ്ത്രീകളുള്ള നാടാണ് നമ്മുടെ. പബ്ലിക്കായിട്ട് നിന്ന് മനസ്സിലായോ, എൻ്റെ ശരീരം ഇതാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, കപ്പ പുഴുങ്ങുന്നു, മറ്റേ തേങ്ങ അരയ്ക്കുന്നു, ഇതെല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇരിക്കുന്നത്. അവിടെ നിന്നത് അമലാപോൾ കാണിച്ചത് അത്രയേ ഉള്ളൂ എന്ന് ഓർത്തിട്ടാണ് ഞാൻ സമാധാനപ്പെടുന്നത്. അത്രയല്ലേ ഉള്ളൂ. പിള്ളേർ ഇതെല്ലാം കാണുന്ന കുട്ടികൾ ഒരു സൈഡിലുണ്ട്, മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ഒരു ചെറിയ വസ്ത്രത്തിൽ ഇങ്ങനെ നോക്കി. പിന്നെ ഷൂട്ട് ചെയ്തവൻ അവൻ ഉറപ്പായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യും, മനസ്സിലായോ. ഇനി അമലാപോൾ അങ്ങനെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും അച്ഛന്മാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സാറുമാർക്കോ എന്തെങ്കിലും മൂഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് അമലാപോളിന്റെ തെറ്റൊന്നല്ല, അത് അവരുടെ ഫാമിലി ഇഷ്യൂ ആണ്, മനസ്സിലായോ. അത് നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. അല്ലാതെ അമലാപോൾ അങ്ങനെ ഡ്രസ്സ് ഇട്ട് വെച്ചിട്ട് എനിക്ക് അതിനകത്ത് പിള്ളേർക്ക് ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നുള്ള വിശ്വാസം എനിക്കില്ല. പിള്ളേര് വേറെ ലെവലാ, മനസ്സിലായി. നമുക്കത് ഇപ്പോഴും അത് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ളവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾ ഏത് ലെവലിൽ ചിന്തിക്കണമെന്ന്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ ഞാൻ വേറെ ഇത് വായിച്ചപ്പോ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജ് ആയിരിക്കാം, പക്ഷെ എല്ലാത്തിനകത്തും ഈ ഒരു ഓർഗനൈസ് കാസ അല്ലെങ്കിൽ അവർക്ക് പറയേണ്ടതുണ്ടോ? മാനേജ്മെന്റിന് പറയാം. ഇപ്പൊ വീട്ടില് നമ്മളൊരു പുട്ടുണ്ടാക്കണമെങ്കിൽ പോലും മതം കയറി പറയണം എന്നുള്ള ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് എല്ലാവരും എല്ലാത്തിലും കയറി പറയും. അതൊന്നും അവരില്ലാന്നും പറയില്ല, എല്ലാം അങ്ങ് ഗ്രാബ് ചെയ്ത് കളയാം എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതാണ് ഈ കാസയൊക്കെ ഇറങ്ങി പുറപ്പെട്ടതിന്റെ പിന്നിൽ അവർ ചോദിക്കുന്നതിൽ ഏതൊരു കമന്റിൽ ഞാൻ കണ്ടു, ഇത് തന്നെ നിങ്ങൾ വേറൊരു മതത്തിന്റെ കോളേജിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടു. ഇതിനകത്ത് മതമൊക്കെ വലിച്ചിടേണ്ട ആവശ്യമൊന്നും.
മറ്റേ പാചകം ചെയ്യുമ്പോൾ തുണി ഊരുന്നു, കുളിക്കാൻ ഇറങ്ങുമ്പോൾ തുണി ഊരുന്നു, ഈ നീളനമ്പേര് ഫുള്ള് ഇരുന്ന് കാണാറുണ്ടല്ലോ. ഒക്കെ ഞാൻ കാണാറുണ്ട്. നമ്മളിത് കാണണ്ടേ? മാത്രമല്ല കാണിക്കാനാണല്ലോ ഇത് ചെയ്യുന്നത്. ഇതൊരു കാണിക്കാനാണ് കാണുന്നത്. ഇനി കമന്റ് ഇട്ടാ ഒരു വലിയ ഇഷ്യൂ വരും അതിന്റെ ഇടയിൽ. മറ്റേ നമുക്കിത് കാണാന്ന് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ, മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അത് വസ്ത്രം മര്യാദയ്ക്ക് ഇടുക എന്നുള്ളത് ആ ആളുടെ യുക്തി പോലെ ഇരിക്കും. പിന്നെ അത് കണ്ടിട്ട് എന്ത് തോന്നണം എന്നുള്ളത് കാണുന്നവന്റെ ബോധം പോലെ ഇരിക്കും. ഇതിപ്പോ അവന് വേണമെങ്കിൽ അവന്റെ അമ്മേനും പെങ്ങളുമായിട്ട് കാണാം, അല്ലെങ്കിൽ അത് നിൽക്കുന്ന ആളെ എന്റെ ഭാര്യയായിട്ടോ കാമുകയായിട്ടോ വേണമെങ്കിൽ സങ്കല്പിക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഫാന്റസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.